ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ആദ്യം ഒരു ഇൻട്രോ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇന്നലത്തെ വീഡിയോയിലും എനിക്ക് അത് ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. കാരണം നമ്മളുടെ ആ ഒരു പപ്പയുടെ അസുഖം ആണെന്നുള്ള ഒരു വീഡിയോ ഇട്ടതിൻ്റെ പുറകെ നമ്മുടെ വാട്സാപ്പിൽ 100 കണക്കിന് ആളുകളാണ് മെസ്സേജ് വിട്ടത്. അത് 10 മിനിറ്റ് വരെ നീളുന്ന വോയിസ് പോലും അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര്, അതായത് ഇത്രയും അധികം ആളുകളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടെന്ന് അറിഞ്ഞത് ഞാനിപ്പോഴാണ്. അതിലെനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം ഒത്തിരി പേരാണ് ഓടിയെത്തിയത് ആ സമയത്ത്. പക്ഷെ എനിക്ക് അവരാരെയും എല്ലാവരും തുല്യരാണ്. കാരണം എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ അരമണിക്കൂറത്തെ വീഡിയോ ഇരുന്ന് കണ്ട് അവരുടെ എല്ലാവരുടെയും ഒരേ ആ ഒരു അരമണിക്കൂർ നഷ്ടപ്പെടുത്തിയെന്ന അവരുടെ ഇഷ്ടം അത് കണ്ടത്. അപ്പോൾ ആ ഒരു അരമണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ആളുകളാണ്. അപ്പോൾ എനിക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് നിന്ന് 1-2 പേര് എപ്പോഴും കമൻറ്റ് മെസ്സേജസ് ഇടുന്ന ആളുകളും ഉണ്ട്, ആദ്യം ഇട്ട ആളുകളുണ്ട്, ഒരുപാട് പേര്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരാളിൻ്റെ പോലും എടുത്ത് നോക്കിയില്ല. കാരണം എൻ്റെ ആ ദിവസങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു വാട്സാപ്പിൽ വരുന്ന മെസ്സേജസ് അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കുള്ളൂ ഇതിനകത്ത് എല്ലാവരും സംസാരിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തരം കാഴ്ചപ്പാടാണല്ലോ അസുഖങ്ങളുടെ അടുത്ത്. കാരണം ഓരോ ആളുകൾക്കും ഓരോ അസുഖത്തിൻ്റെ സിംറ്റംസ് പല രീതിയിലായിരിക്കുള്ളൂ ഉണ്ടാവുന്നത്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ അവർ നമുക്ക് പറഞ്ഞു തരാനും അതിൻ്റെ ഡയറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വോയിസുകളൊക്കെയാണ് അതെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം നമ്മൾ ഇങ്ങനൊരു സന്ദർഭത്തിൽ നമ്മളുടെ ശാരീരിക സ്ഥിതിയും അതുപോലെ നമ്മളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതുമായ ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്നത്. മറ്റുള്ളവർക്ക് നമ്മളുടെ ശരീരം എന്താണെന്ന് അറിയില്ല, നമ്മളുടെ ഡോക്ടർ നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾ അറിയില്ല. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുന്ന അവർക്ക് നന്നായിട്ട് തോന്നിയേക്കുന്ന കാര്യങ്ങളായിരിക്കുള്ളൂ അവർ നമ്മൾക്ക് പല വോയിസിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഈ വോയിസ് എല്ലാം ഓരോരുത്തരാണ് വിടുന്നത്. പക്ഷെ ഇതെല്ലാം വന്ന് കൂടുന്നത് എൻ്റെ അടുത്താണ്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഒരു സന്ദർഭത്തിൽ ആ തിരക്കും മാനസിക വിഷമതകളും എല്ലാം നിറഞ്ഞ ആ സന്ദർഭത്തിൽ ആ വോയിസുകളൊന്നും എടുത്ത് കേൾക്കാനും അതിന് മറുപടി കൊടുക്കാനും എനിക്ക് സാധിക്കില്ല. ഇനി അഥവാ അത് ഓപ്പൺ ചെയ്താൽ വിചാരിക്കും അത് ഓപ്പൺ ചെയ്ത് എന്നിട്ട് മറുപടി തന്നില്ല എന്നുള്ളൊരു പരാതി അവർക്ക് തോന്നും. അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ ആരും എൻ്റെ അടുത്ത് വഴക്ക് തോന്നരുത്. കാരണം എൻ്റെ ആ സാഹചര്യത്തിൽ ഒരാളിൻ്റെയും അത് വിട്ട എല്ലാവർക്കും അറിയാം, ആരുടെയും എടുത്തിട്ടില്ല. സ്ഥിരമായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ട്. ആരൊക്കെ വിട്ടെന്ന് പോലും ഞാൻ സത്യത്തിന് നോക്കില്ല. ഇത്രയും നിങ്ങൾ കൂടിക്കിടക്കുന്നുണ്ടപ്പോൾ സത്യം ഞാൻ പേടിച്ചു പോയി. ഓപ്പൺ ചെയ്തതേ ഇല്ല, ഒരാളിൻ്റെയും ഓപ്പൺ ചെയ്തിട്ടില്ല. എനിക്ക് അറിയില്ലാത്ത, അതായത് ചില വ്യക്തികളുടെ മാത്രം സേവ് ചെയ്ത് വെച്ച അങ്ങനെ ഉണ്ടാകുമല്ല, അല്ലാതെയുള്ളത് ഒത്തിരിയാണ്. ആരൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. എനിക്ക് ഞാൻ ഇതുവരെ കാണാത്ത വ്യക്തികളല്ലേ, അതുകൊണ്ട് ഫോട്ടോ കണ്ടാൽ പോലും എനിക്ക് മനസ്സിലാവില്ല ഇത് ആരാണെന്ന്. പേരൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് വിട്ടിട്ട് മറുപടി കിട്ടിയില്ല, സ്വപ്നം അത് നോക്കി പോലും ഇല്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആളുകളോട് ഞാൻ സോറി പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നടക്കുന്നതല്ല. പിന്നെ നിങ്ങൾക്ക് പറയാനും ചോദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഉത്തരങ്ങൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പേരുടെ സംശയം അതും കൂടി പറയാം. അപ്പോൾ അതിന് ഞാൻ സോറി പറയാനാണ് മെയിനായിട്ട്. ഈ 2 ദിവസത്തെ വീഡിയോയിൽ എനിക്കത് പറയാൻ സാധിച്ചില്ല. പിന്നെ പറയാനുള്ളത്, പപ്പക്ക് ഷുഗറിൻ്റെ ടാബ്ലറ്റ് 10 വർഷമായിട്ട് കഴിക്കുന്നത്, പപ്പക്ക് ഒരു കുഴപ്പമില്ലല്ല, ഒരു അസുഖമില്ലല്ല എന്നല്ലേ സ്വപ്നം പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചത്. അതും നമ്മളുടെ അസുഖം വന്ന വീഡിയോ ഇട്ട അതിൻ്റെ കീഴിലാണ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ ആ സമയത്ത് ഞാൻ അതിനകത്ത് ഒറ്റ മെസ്സേജസ് വായിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഹാർട്ടിട്ട് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഇന്നലെയാണെന്ന് തോന്നിയിട്ട് ഞാൻ അതിനകത്ത് മെസ്സേജസ് വായിച്ച് കുറേ മോശമായ മെസ്സേജസ് അതിനകത്ത് ഞാൻ കണ്ടായിരുന്നു. അവർ ഇതുവരെയും എനിക്ക് മെസ്സേജസ് ഇടാത്ത ആളുകളായിരുന്നു എനിക്കൊരു മെസ്സേജ് ഇട്ടതെന്നും എനിക്ക് മനസ്സിലായി. അതായത് അവർക്ക് എന്നെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നി. എന്നോട് അത്രയും ഇഷ്ടക്കുറവിലുള്ള ആളുകളാണ് ആ മെസ്സേജ് ഇട്ടതെന്ന് എനിക്ക് തോന്നി. ആ മെസ്സേജസ് എനിക്ക് ആവശ്യമില്ലെന്ന് തോന്നി ഞാനതെല്ലാം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിലീറ്റ് ചെയ്താലും ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറയും. കാരണം
ആ ഒരു സംവിധാനം നമ്മൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കുന്നത് നമുക്ക് വേണ്ടാത്തതിന് ഡിലീറ്റ് ചെയ്യാനാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ കൂട്ടത്തിലാണ് അതായത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കി ഈ അസുഖം വന്നതാ ഒന്നുമല്ല, അതിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. പപ്പക്ക് ഇതുവരെയും അസുഖമൊന്നും ഇല്ലെന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിന്നല്ല, വേറെ ആരും ചേച്ചിന്നില്ല, അസുഖമില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഇപ്പം എങ്ങനെയാണ് 10 വർഷമായിട്ട് ടാബ്ലറ്റ് കഴിക്കണമെന്നുള്ള ചോദ്യങ്ങൾ 2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഒതുങ്ങിയിട്ട്, കാരണം ഞാൻ എന്ത് കാര്യങ്ങളും സത്യസന്ധമായിട്ട് മാത്രം ഇതിലൂടെ പറയുന്ന ഒരാളാണ്. ഇനി അത് മാറ്റി പറയണമെന്ന് എനിക്ക്, അതായത് ഞാൻ എന്താ നേരത്തെ പറഞ്ഞത് അത് ആലോചിച്ചിട്ട് വേണ്ടേ ഇനി പറയാൻ, അങ്ങനെ ഒരു ചിന്ത എനിക്ക് വരില്ല. കാരണം ഞാൻ എന്ത് പറയുന്നതും ഞാൻ ഉള്ള കാര്യം പറയണത്, ഇല്ലാത്ത കാര്യം ഞാൻ പറയാറില്ല. അപ്പം ഈ ഒരു കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവുണ്ട്. പ്രഷറിൻ്റെ ടാബ്ലറ്റ് കഴിക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം മുൻപ് ഞാൻ പറയാറുണ്ടല്ലോ, പപ്പക്ക് ഷിപ്പിൽ കയറുന്ന അവരുടെ എല്ലാ ചെക്കപ്പുകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ബോംബെയിലായിരുന്നു ഈ 10 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞത്. ബോംബെയിൽ വെച്ച് ഷിപ്പിനകത്തേക്ക് കയറാനുള്ള തൊട്ട് മുമ്പുള്ള ചെക്കപ്പ് നടത്തിയത് ബോംബെയിലാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് നടത്തിയിട്ടാണ് പോണത്. അത്തവണ ബോംബെയിലായിരുന്നു. അങ്ങനെ ബോംബെയിൽ ചെന്ന് ചെക്കപ്പ് നടത്തിയ സമയത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ പപ്പക്ക് ഈ പ്രഷറിൻ്റെതായ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് പോയി അന്ന് മരുന്ന് എഴുതി തന്നതാണ്, അങ്ങനത്തെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. കാരണം ഒരു അസുഖമായിട്ട് ഈ പുള്ളി എങ്ങും പോയിട്ട് എഴുതി തന്നതല്ല ഈ ഒരു ടാബ്ലറ്റ്. ഇവരുടെ ബോഡി ചെക്കപ്പിൻ്റെ സമയത്ത് എന്തോ വളരെ ചെറിയ ഒരു വ്യത്യാസം തോന്നിയിട്ട് ഇവർ ഷിപ്പിനകത്തേക്കാണ് കയറുന്നത്. നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി വന്ന് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞു വിടും. ഇതിപ്പോൾ അവർക്കത് പറഞ്ഞു വിടാൻ പറ്റില്ല. കാരണം ഇവർ ഷിപ്പിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ 6 മാസം 9 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ കരയിലേക്ക് വരണത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ് ടാബ്ലറ്റ് എടുത്തോളണം, ടാബ്ലറ്റ് കഴിച്ചോളണം എന്ന് പറഞ്ഞു. കാരണം ഇപ്പോഴത്തെ അവസ്ഥയെ അവർക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇനി 2 ദിവസം കഴിഞ്ഞ് വന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യും, അപ്പം നോർമലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റൂല. കാരണം ആ സമയത്ത് ഇവർക്ക് ഈ ട്രെഡ്മിൽ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടൊരു ടെസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കഴിയുമ്പോൾ പ്രഷർ ഇല്ലാത്തവനും കയറും. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ആ പ്രഷർ കയറിയിരിക്കുന്നത്. പക്ഷേ അത് അവർക്ക് ഷിപ്പിലേക്ക് കയറേണ്ട സ്ഥിതിക്ക് അവർ പ്രഷറിന് ടാബ്ലറ്റ് കൊടുത്തു വിട്ട്. കാരണം ഷിപ്പിൽ വെച്ചൊന്നും സംഭവിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ പപ്പക്കൊരു ബുദ്ധിമുട്ടായി ഒന്നും ഉണ്ടായിട്ടല്ല പ്രഷറിന് ടാബ്ലറ്റ് കഴിച്ചേക്കുന്നത്. പപ്പ ബോഡി ഫിറ്റായിട്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഷിപ്പിൽ കയറിയിട്ട് ആ 10 വർഷം മുൻപ് ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ വളരെ നിസ്സാര ടാബ്ലറ്റാണ് അവർ കൊടുത്തു വിട്ടത്. പക്ഷേ ഷിപ്പിന് പിന്നീട് അത് കഴിച്ചിട്ടില്ല. പപ്പ ഒരുപാട് നാളുകൾ ആ ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുകയല്ലേ ടാബ്ലറ്റ് പിന്നെ അതൊക്കെ മറന്ന് അത് ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം പോലെയാണ് പപ്പ കഴിച്ചത്. എനിക്കും അറിയില്ല, പപ്പ എന്നോടൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. എന്ന് വെച്ചാൽ എപ്പോഴും ടെസ്റ്റുകൾ നടത്തുന്നതല്ലേ, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയണമെന്നൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന് പിന്നെ ഇതിനെക്കുറിച്ചൊന്നുമില്ല, ടാബ്ലറ്റും കഴിക്കണില്ല, ഒന്നുമില്ല, നോർമലായിട്ട് നടക്കുന്ന ഒരാളാണ്, ഒരു ബുദ്ധിമുട്ടുകളുമില്ല. അങ്ങനെ ഇരിക്കല് പപ്പക്ക് കാലിൻ്റെ ബാക്ക് സൈഡിൽ കാഫിൻ്റെ ഭാഗത്തില്ലേ അടിവശത്ത് ഒരു കട്ടിയുള്ള മറുക് വന്നു. മറുകെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കട്ടി കൂടി അതൊരു ബുദ്ധിമുട്ട് പോലെ പപ്പക്ക് തോന്നി. കാരണം ഒരു തടസ്സം അവിടെ. അപ്പം പപ്പ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേലൊന്ന് പതിയെ പൊളിച്ച് അത് പൊട്ടിച്ച് കളയാനുള്ള ഒരു ശ്രമം നടത്തി. അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് വല്ലാതെ ഇൻഫെക്ഷൻ ആയി വീർത്ത് വലിയൊരു മുഴ പോലെ ആയി ഭയങ്കര ബുദ്ധിമുട്ടിലായി. അങ്ങനെ നിങ്ങൾ പറഞ്ഞില്ലേ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എന്ത് കാര്യത്തിനും കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ, അത് ഒരിക്കലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടുപോകരുത്, നമ്മളവിടെ പെട്ടതാണ്. അത് മനസ്സിലാക്കി വെക്കുക. ഈ ഹോസ്പിറ്റലിൽ എപ്പോഴും കൊണ്ടുപോകണമെന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിലൂടെ എനിക്ക് പറയാം, പേടിയായിട്ടാണ് പറയാത്തത്. ഒത്തിരി കാര്യങ്ങൾ വ്യക്തമായിട്ട് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്. ക്ലിനിക്കുകളിൽ പോകുന്ന കാര്യം അതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രം പോകുന്ന ആളുകളാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ധൈര്യമായിട്ട് പോകാം നമുക്ക്. കാരണം നമ്മൾ ഒരുപാട് വലിയ സംഭവങ്ങളൊന്നും നമുക്കില്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ഏറ്റവും സേഫ്. അപ്പോൾ പപ്പക്ക് ഈ കാലിലൊരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോയത് കാണിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സർജൻ പറഞ്ഞ് ഇത് സർജനാണ് കാണിച്ചത്. ഡോക്ടർ ദിലീപ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു സർജനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരുന്ന് വെച്ചാൽ. കരുവേലിപ്പടി മഹാരാജാസ് എന്താണ്
ആ ഡോക്ടർ ദിലീപ്. അങ്ങനെ ആ ഡോക്ടറിനെയാണ് റിച്ചാർഡ് പറഞ്ഞു തന്നാണ്. ഡോക്ടറിനെയാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ഡോക്ടർ പറഞ്ഞ് ഇത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ പഴുപ്പകത്തേക്ക് പോകുമെന്ന് പറയും. അങ്ങനെ ഒരാഴ്ചയാണ് നമ്മൾ മഹാരാജ ഹോസ്പിറ്റലിൽ കിടന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത് സർജറി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നല്ല അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പറഞ്ഞു വന്നത്. അപ്പോഴും നമ്മൾ ഈ സർജറിക്ക് കയറുന്നതിന് മുൻപ് പ്രഷർ അങ്ങനത്തെ എല്ലാ ചെക്കപ്പും ചെയ്തപ്പോഴത്തേക്കുമാണ് പറഞ്ഞത് പ്രഷറിന് ഇത്തിരി വേരിയേഷൻ ഉണ്ട്. അപ്പോഴും പപ്പ പേടിച്ച് നിൽക്കണേ. സർജറി എന്നൊക്കെ കേൾക്കണം പപ്പക്ക് ഭയങ്കര പേടിയാണ്. അപ്പോഴും പേടിച്ചിരിക്കണം. ആ ഒരു സന്ദർഭത്തിലാണ് പ്രഷറിൻ്റെ വേരിയേഷൻ കണ്ടത്. അപ്പോഴും ഇത്രയും വർഷങ്ങളായിട്ട് ഗുളിക കഴിക്കാൻ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. പ്രഷറിൻ്റെ ടാബ്ലറ്റ് നേരത്തെ കഴിച്ചിട്ടുണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ പണ്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് അതങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് കഴിക്കണം, പിന്നെ മരണം വരെ ആ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായത്. അതുവരെയും നമ്മൾ വിചാരിച്ചതാ പിന്നെ ആവശ്യമില്ല. പക്ഷെ പപ്പക്ക് ഒരു കുഴപ്പം വർഷങ്ങളായിട്ടുണ്ടായിട്ടില്ല, ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല, കഴിച്ചില്ലെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇത് ഡെയിലി കഴിക്കണം. ഡെയിലി കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി കഴിക്കണം, മരണം വരെ കഴിക്കണമെന്ന്. അങ്ങനെയാണ് ഇപ്പം കണ്ടിന്യൂസ് കഴിക്കണം. അല്ലാതെ പപ്പക്ക് ഒരു പ്രഷർ മൂലം ഒരു അസുഖം വന്നിട്ട് പോയിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് പ്രഷറാണെന്ന് പറഞ്ഞിട്ട് ടാബ്ലറ്റ് തന്നതല്ല. ബോഡി ചെക്കപ്പ് ചെയ്തപ്പോഴത്തേക്കും മാത്രമാണ് ഇങ്ങനെ 2 തവണ. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്ന ഒരു 4-5 വർഷമായിട്ട് ടാബ്ലറ്റ് നിർബന്ധമായിട്ട് ഇനി മരണം വരെ കഴിക്കണമെന്ന് പറഞ്ഞേക്കണം അങ്ങനെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ടാബ്ലറ്റ് ഇങ്ങനെ കഴിക്കുന്നതല്ലാതെ അപ്പോൾ ഒരു ഫുഡ് ശ്രദ്ധിക്കല ഒന്നുമില്ല. എല്ലാ ഫുഡും അപ്പോൾ ഒഴിക്കുക. ഉപ്പ് നമ്മളുടെ പ്രഷറിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലേ. എന്തോരം ഉപ്പുമീൻ നിങ്ങൾ കണ്ടിട്ടില്ല? ഉപ്പുമീനൊക്കെ ഒരുപാട് പപ്പ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ അങ്ങനെ കഴിക്കുമോ? പ്രഷറിൻ്റെ അസുഖമുള്ള ആൾക്കാരങ്ങനെ കഴിക്കുമോ? നിങ്ങൾക്ക് കാണാനല്ല പപ്പ എല്ലാം ഫുഡും കഴിക്കണം, നിങ്ങളുടെ മുന്നിലല്ലേ കഴിക്കണത്. അപ്പോൾ അങ്ങനെയുള്ള കുഴപ്പങ്ങൾ പപ്പയ്ക്കില്ല. അതുകൊണ്ട് ഞാൻ നുണ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇതൊരു അസുഖം എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് മാത്രമല്ല, അല്ലാതെ പപ്പയ്ക്ക് ഇതുമൂലം തലകറക്കം വന്ന് വീണിട്ട് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് പ്രഷർ കൂടി ടാബ്ലറ്റ് തന്നാണെന്നൊന്നും പറയാൻ പറ്റൂല. ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോൾ ചില വേരിയേഷൻ ചെറുതായിട്ട് കാണും, അതാണ് സംഭവം. അപ്പം അന്ന് ഞാൻ അതിനുശേഷം ഈ സർജറിക്ക് പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അന്ന് ആ ടാബ്ലറ്റ് കഴിച്ചില്ലാന്നെങ്കിൽ പപ്പയ്ക്ക് ഈ ഒരു ബാധ്യത ഇല്ലായിരുന്നു, മരണം വരെ ഈ ടാബ്ലറ്റ് കഴിക്കണമെന്ന് പറയില്ലായിരുന്നു. കഴിച്ചു പോയാൽ അത് കണ്ടിന്യൂസ് കഴിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയുള്ളൂ ഈ പ്രഷറിൻ്റെ ഒരു ടാബ്ലറ്റിൻ്റെ കാര്യം. അപ്പോൾ എന്തോ കളവ് പിടിച്ച പോലെയൊക്കെയാണ് കമൻസിൽ എനിക്ക് ചിരി വന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ ആ കമൻസ് പോലും വായിച്ചിട്ടുണ്ടാകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് കമൻസ് വായിച്ചത്. ഇന്നലെയാണ് ഞാൻ പലർക്കും ഞാൻ മറുപടി കൊടുത്തേക്കണതും ഇന്നലെയാണ്. മറുപടി കിട്ടിയവർക്കൊക്കെ അതറിയാം. ഇന്നലെയാണ് ഞാൻ മറുപടി ഇട്ടേക്കണത്, റിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അല്ലാതെ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഈ വീഡിയോയിലൂടെ ഒരു നുണയും പറയേണ്ട കാര്യമില്ല. കാരണം ഒരു പരിചയമില്ലാത്ത നിങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. പക്ഷേ എന്നെ അറിയുന്ന നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉള്ള സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. അവർ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കും നീ എന്തൊക്കെയാണ് വീഡിയോയിൽ കൂടെ നുണേ പറയണേന്ന് അവരെന്നോട് വന്ന് ചോദിക്കും. അതുകൊണ്ട് ആരുടെയും മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കൂല ഈ വീഡിയോയിലൂടെ നുണ പറഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഞാനിതിൽ കൂടി നുണ പറയുന്നുള്ളത്. ഇത് ആണ് സത്യമായ സംഭവം. ഇതൊരു അസുഖമല്ല. പിന്നെ ഞാൻ അയ്യോ പപ്പക്ക് ഭയങ്കര പ്രഷറാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. പപ്പയ്ക്ക് ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് പറയണത്? ഇത് ഒരു കീഴ്വഴക്കം പോലെ ഈ ഗുളിക കഴിക്കുക. ഈ ഗുളികയുടെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ പ്രഷറിൻ്റെ ടാബ്ലറ്റ് സകലമാന ആളുകൾക്കും ഡോക്ടേഴ്സ് എഴുതി കൊടുക്കുന്ന ഒരു സാധനമാണ്. കാരണം ഇത് ഒരു ബിസിനസ് തന്നെയാണ് ഈ ഒരു പ്രഷറിൻ്റെ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. പണ്ടൊന്നും ഇതില്ല. ഇപ്പോഴാണ് ഈ പ്രഷറിൻ്റെ ടാബ്ലറ്റ് ഈ പ്രഷറിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്ന എന്തോരം ഞാൻ കഴിക്കുന്നില്ല. ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ. പപ്പക്ക് ചെക്കപ്പ് ചെയ്ത സമയത്ത് എൻ്റെയും കൂടി ബോഡി ചെക്കപ്പ് ചെയ്തായിരുന്നു കേട്ടോ. ഇനി റിച്ചാർഡ് പറഞ്ഞ് അതും കൂടി ചെയ്തോ, ഈ കുട്ടിയിൽ ഏതായാലും മെനക്കിടണേ പപ്പയ്ക്ക് വേണ്ടിയിട്ട്, മമ്മിയുടെയും കൂടി കാര്യങ്ങൾ നടക്കട്ടെ. എൻ്റേതും കൂടി ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എൻ്റേത് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം എനിക്കൊന്ന് 1 കൊല്ലം മുമ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്നൊരു പനിയൊക്കെ 2-3 പ്രാവശ്യമായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കൊറോണയാണെന്ന് സംശയിച്ചിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് അത് 1 കൊല്ലം മുമ്പായിരുന്നു. അപ്പോഴും കൊറോണയും ഉണ്ടായിരുന്നില്ല, എല്ലാം ക്ലിയർ ആയിരുന്നു, ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. ഇപ്പോഴും ചെയ്ത് ഒരു കുഴപ്പമില്ല. അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. 52ാമത്തെ വയസ്സ് ഈ ഡിസംബറിൽ 51 വയസ്സായതാണ് എനിക്ക്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ വെച്ചിരുന്ന കാര്യങ്ങൾ. ഒരു ഗ്യാപ്പ് കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞോന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊക്കെ കയറി ഇറങ്ങി അതങ്ങനെ കൂടി പോയി.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. പപ്പടി അസുഖം തന്നെ പറയണോ പറയണ്ടേ എന്നുള്ളത് ആണ് ഞങ്ങളിവിടെ വിചാരിച്ചിരുന്നത്. ഞാൻ ഒരു 3 വീഡിയോ എടുത്ത് 2 വീഡിയോയിൽ ഞാൻ വല്ലാതെ വിഷമിച്ച ഒരു മുഖം കണ്ടതുകൊണ്ട് 2 വീഡിയോ ഡിലീറ്റ് ചെയ്ത് 3ാമത്തെ വീഡിയോ, കാരണം എനിക്ക് ആരുടെയും മുന്നിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. അന്ന് റോജർ പോയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്ന് സംസാരിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും പറയും, ചേച്ചി എന്തൊരു ഇതായിട്ടിരിക്കണം ചേച്ചി. ശരിയായിരുന്നു. അപ്പം ഞാനത് ആ പോയ സമയത്തുള്ള വിഷമം എൻ്റെ മുഖത്ത് കാണിച്ചു. അപ്പോൾ ഇനി അങ്ങനെ വിഷമിച്ചിട്ട് വന്നിട്ട് വീഡിയോ ചെയ്യരുത് എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 3ാമത്തെ വീഡിയോ ആണ് അന്ന് ഇട്ടത്. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് ചോദിച്ചു, പപ്പ ഇത് പറയണ്ടേ എന്ന് പപ്പയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പപ്പ പറഞ്ഞ്, നമ്മളുടെ കാര്യമല്ലേ, പുറത്ത് ആരുടെയും കാര്യമല്ല, പുറത്തുള്ള ഒരാളിൻ്റെയും കാര്യങ്ങൾ ഇതിൽ പറയാൻ പപ്പക്കും ഇഷ്ടമല്ല. ഈ നമ്മളുടെ വീട്ടിലെ അംഗങ്ങളുടെ കാര്യം ഉത്തരവാദിത്തം നമ്മൾക്കല്ലേ. മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാൽ അവരുടെ ചോദ്യത്തിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയാൻ പോയതെന്ന്. ഇത് അങ്ങനെയല്ല, നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ വീട്ടിലെ അത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ നിങ്ങൾക്കും ആ ഒരു ഓർമ്മ ഉണ്ടാവുമല്ലോ. സ്വപ്നക്ക് ഇങ്ങനെ ആയിരുന്നു, അപ്പോൾ ഇതിങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു ചിന്ത വരും. അതിനും കൂടി വേണ്ടിയിട്ടാണ് അത് കാണിച്ചത്. നിങ്ങളും കൂടി അറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടി അറിയണം. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാതെ വരുന്നത് ഓരോരുത്തർക്കെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി, അതുപോലെ എല്ലാവരുടെ അന്വേഷണത്തിനും നന്ദി. അപ്പോൾ ഈ നമ്മുടെ വാട്സാപ്പ് മെസ്സേജ് നോക്കാത്തതിൽ നിങ്ങളത് ക്ഷമിക്കുക. കാരണം ആ ഒരു സമയത്ത് ഇത്രയധികം മെസ്സേജസ് ഇത് കേട്ട് അല്ലെങ്കിൽ വായിക്കാനുള്ളതും എല്ലാം എടുത്ത് വെച്ചിട്ട് എല്ലാവരെയും സമാധാനപൂർവ്വം അവർക്ക് റിപ്ലൈ തരാനുള്ള ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. വീഡിയോയിലൂടെ പറയുമ്പോൾ തന്നെ എല്ലാവർക്കുള്ള ഉത്തരങ്ങളുമായി. അതുകൊണ്ടാണ് അത് എടുത്ത് നോക്കാതിരുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ അത് 2 കാര്യങ്ങളാണ്. ഈ പ്രഷറിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്ന കാര്യം, അതെങ്ങനെ കഴിക്കാൻ തുടങ്ങി എന്നുള്ളത്. അതൊരു അസുഖമായിട്ട് ഒരിക്കലും അതിനെ കണക്ക് കൂട്ടാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും സങ്കടമായിരുന്നു, പപ്പ എന്തിനാണ് പപ്പ വെറുതെ അത് കഴിച്ചത്, പപ്പക്കൊന്നും പ്രഷറൊന്നും വരില്ല ഉറപ്പാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ അന്ന് പപ്പയെടുത്ത് പറയുമായിരുന്നു. പക്ഷേ അത് കഴിച്ചു പോയാൽ ഇതറിയാവുന്നവർക്കറിയാം പിന്നെ മരണം വരെ കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി നമ്മൾക്ക് ഇന്നത്തെ ചെറിയ ഒരു റുട്ടീൻ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നും ഞാൻ 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് എൻ്റെ വീഡിയോ ഇട്ടേക്കണത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസത്തെ കാര്യമാണ്. ഇനി കാണിക്കുന്ന മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണ്. കാരണം ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയി, പപ്പനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഷോപ്പിങ്ങിന് പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസത്തെ കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 വീഡിയോ ഒക്കെ ചേർത്തിട്ടൊക്കെയാണ് ഞാൻ കൂടുതലും ഇടുന്നത്. കാരണം നമ്മൾ ഒരുപാട് കുക്കിംഗ് ഒന്നും ഓരോ ദിവസം ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ റേഡിയോ ഉണ്ടല്ലോ, ഒരുപാട് പേരാണ് ഈ റേഡിയോ കാണുമ്പോൾ മിക്ക ദിവസത്തെയും കമൻറ്റ് ബോക്സിൽ കാണാം, ഈ റേഡിയോ ഏത് ബ്രാൻഡാണ്, എനിക്ക് മേടിക്കണം എന്നൊക്കെ ഉള്ളത് കാണാറുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇത്. കാവാന്ന് നമ്മൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് കാണാൻ പറ്റും. ഏകദേശം 7000 രൂപ, 6000-നും 7000-നും ഇടയ്ക്കുള്ള പ്രൈസാണ് ഇതിന് വരുന്നത് കേട്ടോ. പിന്നെ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് മേടിക്കണ്ട എന്ന് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാറ്ററി വീക്കാകാൻ തുടങ്ങി. ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ് ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബാറ്ററി ഡൗൺ ആകുന്നുണ്ട്. ബാറ്ററിയുടെ അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെ ഇരട്ടിയോളം ടൈം നിൽക്കുമായിരുന്നു. പിന്നെ ഇത് ഇപ്പോൾ 1 കൊല്ലമായിട്ടുണ്ട്. എൻ്റെ ഒരു കഴിഞ്ഞ വർഷത്തെ ഈ വർഷമല്ല, കഴിഞ്ഞ 50ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് റോജർ എനിക്ക് ഗിഫ്റ്റ് തന്നാണ്. ഇത് റോജർ മേടിച്ചത് ലുലുമോളിൽ നിന്നായിരുന്നു. പക്ഷേ ഇത് തന്നെ ഓൺലൈനിൽ ഉണ്ട് കേട്ടോ, വേണ്ടവർക്ക് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നും പുട്ടുംപഴം ഉണ്ട് കേട്ടോ. റിച്ചാന് പുട്ടുപഴം ഭയങ്കര ഇഷ്ടമാണ്. ഷിപ്പിൽ വെച്ചിട്ടൊക്കെ പുട്ടുപഴമൊന്നും കഴിക്കാനേ ആ രീതിയിലുള്ളൊരു ഫുഡ് ഉണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ട് പുട്ടുപഴം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ആക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേ ദിവസത്തെ കാര്യങ്ങളാണ് കാണിക്കണത്. അപ്പോൾ ഈ കുമ്മട്ടിക്ക മൊത്തത്തിൽ ഞാൻ സ്ക്വയർ പീസസ് ആയിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വെച്ച്. പക്ഷേ ഇത് അധികം ആരും കഴിച്ചില്ല, കാരണം തീരെ മധുരമില്ല ഈ ഒരു കുമ്മട്ടിക്കയ്ക്ക്. അല്ലെന്നുണ്ടെങ്കിൽ വേഗം വേഗം എടുത്ത് കഴിക്കണതാണ് എല്ലാവരും. പിന്നെ റിച്ചാനും അത്ര വലിയ ഒരു താല്പര്യമൊന്നുമില്ല കേട്ടോ ഈ കുമ്മട്ടിക്ക കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത്, ഞാനും റിച്ചാർഡൊന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, പപ്പക്ക് കൊടുത്ത്. പപ്പ വേഗം കഴിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. പപ്പക്ക് ഉള്ള ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അത് നമുക്ക് മറ്റുള്ള ജോലികളിലൊക്കെ കടക്കാം. എന്നുണ്ടെങ്കിൽ ഒരു സമാധാനക്കുറവാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് നിന്നിട്ട് ജോലികൾ ചെയ്യാം. അങ്ങനെ ഞാൻ ഈ മുറ്റം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഷ് ഒന്നും പപ്പ ഉപയോഗിക്കില്ല കേട്ടോ. പപ്പക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഷൊക്കെ ഞാൻ പണ്ട് മേടിച്ചത്. പക്ഷേ പപ്പ അങ്ങനെയൊന്നും ചെയ്യില്ല. പപ്പ ചൂല് വെച്ച് തന്നെ അടിക്കുകയുള്ളൂ. വേഗം തീരണമെങ്കിൽ ചൂല് തന്നെ വേണമെന്ന് പറയും. എനിക്കും സത്യം പറഞ്ഞാൽ ചൂല് വെച്ചടിക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. പക്ഷേ ഈ ബ്രഷ് ഉപയോഗിക്കാം, കുറേ നാളായാലും അവിടെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനെടുത്തിട്ട് ഉപയോഗിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല പൊടിയുണ്ടെങ്കിൽ പോലും ആ ബ്രഷ് വെച്ചിട്ട് എടുക്കാം. പിന്നെ ടൈം എടുക്കും. നമ്മൾ ചൂല് വെച്ചിട്ടിങ്ങനെ നീളത്തിലങ്ങ് അടിച്ച് കളയണ പോലെ ഇത് പറ്റൂല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ റിച്ചാർഡൊന്നും എഴുന്നേറ്റിട്ട് പോലും ഇല്ല. അപ്പോൾ റിച്ചാർഡിൻ്റെ അടുത്തേക്കൊന്ന് വന്ന് അവിടെ കട്ടിലിരുന്നപ്പോൾ റൂബിയും വന്ന് അങ്ങനെ അവളെയും ഒന്ന് കളിപ്പിച്ചപ്പോൾ റിച്ചാർഡ് ഇവിടെ പാട്ടും വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് റൂബിനെ കളിപ്പിക്കണത് ഞാൻ ഇട്ടില്ല, ശബ്ദം മ്യൂട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അവൾക്ക് ജെർക്കി തരട്ടെ എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ ജെർക്കിന്ന് ഉള്ള വാക്ക് കേൾക്കുമ്പോൾ അവൾ തല ചരിക്കും. അവൾക്ക് ഇഷ്ടമുള്ള വാക്ക്, അല്ലെങ്കിൽ അവളെ ഭയപ്പെടുത്തുന്ന വാക്ക്, കുളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളും അവൾ ഇങ്ങനെ തലചരിച്ച് കാണിക്കും. കാരണം അവൾക്ക് മനസ്സിലായി സംഭവം എന്താണെന്ന് എന്നുള്ളതാണ് ആ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് വേർഡ്സൊക്കെ അവൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതുമായ വേർഡ്സ് ഉണ്ട്. അത് ഒക്കെ പറയുമ്പോൾ അവളിങ്ങനെ വാ ഇറക്കിയെടുക്കാം, നമുക്ക് ഇറക്കിയെടുക്കാം. അപ്പോൾ പപ്പ അവിടെ ഫുഡും കഴിക്കുന്നുണ്ട്, ഫോണും നോക്കി ഒക്കെ ഇരിക്കണേണ്. ആ സമയത്ത് പപ്പക്ക് വിസിറ്റിങ്ങിന് ആൾ വന്നു കഴിഞ്ഞ് അപ്പോൾ പപ്പ വേഗം ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ റൂബിനെ കുറച്ചധികം നേരമായിട്ട് ജെർക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അവളെ വിളിച്ചു അകത്ത് കൊണ്ടുപോയി ജെർക്കി എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പറ്റുമോ ഇറക്കിയെടുക്കാം, നമുക്ക് ഇറക്കിയെടുക്കാം, വാ ഓടി വാ വാ. കൊച്ചവനുണ്ട് അത് ഏറ്റോണ്ട് ചാടി. എന്താണ് തൊണ്ട് ഏടാ, അതിപ്പം മാറും. കൊച്ചിനെ മാണോ ഇവിടെ കൊച്ചിന് സ്വാതന്ത്ര്യമില്ലേടാ ഇവിടെ വീട്ടില് ഇല്ല. അപ്പോൾ ഇനി കാണിക്കുന്നത് ഇപ്പോൾ കാണിച്ച വീഡിയോയുടെ തലേദിവസത്തെ കാര്യമാണ്. നമ്മൾ അന്ന് പപ്പേനെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞല്ല. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് സാധനങ്ങളൊന്നും വീട്ടിലേക്ക് എടുത്തു വെച്ചില്ല. റൂബീനെ ഒന്ന് കറക്കിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. കാരണം റൂബി 2-3 ദിവസമായിട്ട് നമ്മൾ കാറിൽ ഇത് പോകണ കാണുമ്പോൾ അവൾക്ക് കയറണമെന്നുണ്ടല്ലോ. അപ്പോൾ കയറ്റാൻ പറ്റിയിട്ടുണ്ടാകുന്നില്ല. പപ്പയുടെ ആവശ്യങ്ങൾക്ക് റൂബി വീട്ടിൽ ഒറ്റക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അവളെയും കാറിൽ കയറ്റിയിട്ട്
ഒന്ന് ബീച്ചിലേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കാറിൽ കയറ്റിയെങ്കിലും അകത്തേക്ക് തന്നെയാണ് കാറ് എടുത്തായിരുന്നത്. പിന്നെ പുറത്തേക്ക് നമ്മൾ പോയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും സമയമുണ്ട്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ പപ്പ പുറത്ത് നിന്നിട്ട് അടുത്ത വീട്ടിലെ ആളുകളുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. റൂബി അകത്ത് ഇങ്ങനെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഗേറ്റ് തുറന്നു കൊടുത്തതാണ്. റൂബി ചാടി കാറിൽ കയറി അങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് പോകുന്ന കേട്ടോ. അപ്പോൾ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ അവിടെ ബീച്ചിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നു. അപ്പോൾ ഇവൾക്ക് ബെൽറ്റും അത് ലീഷൊന്നും ഇല്ലായിരുന്നു. ലീഷൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവളെ പുറത്തേക്ക് വിടാൻ പറ്റില്ല, ഇവൾ ഓടിക്കളയും. അപ്പോൾ അങ്ങനെ ലീഷൊന്നും എടുക്കാഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ കാറിൽ തന്നെ ഇരുന്ന് ഇത്തിരി നേരം കാറ്റെല്ലാം കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് പോന്നിട്ടാണ്. അപ്പോൾ റൂബിക്ക് ഇങ്ങനെ ഗ്ലാസ് താഴ്ത്തിയിട്ടിട്ട് ഇങ്ങനെ കൈ കൊളുത്തിയിട്ടിട്ട് ഇങ്ങനെ കാഴ്ചയും കണ്ടിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. പിന്നെ കൂടുതലും പുറകിലിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ പുറകിലിരുത്താൻ പറ്റില്ല. നമ്മൾ സാധനങ്ങളെല്ലാം സീറ്റിൽ തന്നെ വെച്ച് ഡിക്കിക്കകത്തല്ല വെച്ചേക്കണത്. അതുകൊണ്ട് പുറകിൽ ഇരുത്തിയില്ല. അവളതെല്ലാം മറിച്ച് താഴെയിട്ട് എനിക്ക് വിരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അവൾക്ക് ഈ ഒരു സീറ്റിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അവൾക്ക് എപ്പോഴും പുറകിലെ സീറ്റിൽ ഞാനും അവളും മാത്രമായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. എങ്കിലും ഇങ്ങനെ മടിയിൽ നിന്ന് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടുപോകുമ്പോൾ ബീച്ചിൽ വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ റൂബിക്ക് ആ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിലെ സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെടില്ല, അവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതൊക്കെ മണം പിടിച്ച് അങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ചിരിക്കണമായിരുന്നു. ഇവൾക്കൊക്കെ നല്ല സ്മെല്ലല്ലല്ലോ, കൊള്ളാത്ത സ്മെല്ലുകളാണ് അവർക്ക് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ബീച്ചിൽ ആ സ്മെല്ലും ഒക്കെ പിടിച്ച് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് തിരിച്ചു പോകാനാണ്. ഇനി എനിക്ക് വീട്ടിൽ വന്നിട്ട് വേണം കറികൾ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം കുറച്ച് ബീഫൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെക്കണം. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് ആക്കുകയും ചെയ്യണം. അപ്പോൾ വെജിറ്റബിൾസാണ് കൂടുതലും മേടിച്ചേക്കണത്. മറ്റുള്ള സാധനങ്ങൾ നമ്മൾ ഓൺലൈൻ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒക്കെ മേടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് പഴം ഇങ്ങനെ, അപ്പോൾ ഏത്തപ്പഴം, ചിങ്ങപ്പഴം, പിന്നെ ഒരു വാട്ടർമെലൺ, അതൊക്കെയാണ് ഫ്രൂട്ട്സായിട്ട് മേടിച്ചത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, പിന്നെന്താ പനീർ, ഒരു കാജൽ മേടിച്ച്, പിന്നെ ഈ അമുൽ താസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവമാണ്. റിച്ചാർഡൊക്കെ ഷിപ്പിൽ ചായ ഉണ്ടാക്കി കുടിക്കണമെന്ന് പറയും. അവർക്ക് ചായ കൊടുക്കുന്നത് ഈ ഒരു മിൽക്ക് വെച്ചിട്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് മമ്മി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് മേടിപ്പിച്ചാണ്. അപ്പം ഞാനൊരു 1/2 ലിറ്ററിൻ്റെ പാക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ, എങ്ങനെയാണ് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ റിച്ചാർഡ് ഉപയോഗിക്കുന്ന ഷാമ്പു അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വേറൊരു ഷാമ്പു ആയതുകൊണ്ട് കുഞ്ഞ് ഷാമ്പു എടുത്തത്. പിന്നെ അവനൊരു ഡിയോഡ്രൻ്റ് എടുത്ത് എല്ലാ ദിവസമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എന്താണ്, ഞാൻ ഹോർലിക്സ് എടുത്ത് ബൂസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പുട്ടിൻ്റെ പൊടി, സ്റ്റീംഡ് പുട്ടുപൊടി, 7 Up, ബിരിയാണി റൈസ്, ജീരകശാല റൈസാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇപ്പോൾ അതാണ് എടുക്കുന്നത്. 72 രൂപയാണ് ഈ റൈസിൻ്റെ വില. അപ്പോൾ അത് എടുത്ത്, പിന്നെ ഈ ചോക്ലേറ്റൊക്കെ അവൻ നിർബന്ധപൂർവ്വം എടുത്തതാണ് കേട്ടോ. പിന്നെ ബ്രൗണി എനിക്ക് ഇഷ്ടമുള്ളതെന്ന് പറയാൻ വേഗം പെറുക്കി എടുക്കട്ടെ. അത് നമ്മൾ ബില്ലിങ് ആ സെക്ഷൻ ബിൽ സെക്ഷനിൽ വരുമ്പോൾ അവിടെ കുറേ സാധനങ്ങൾ ഇരിക്കൂലേ, അവിടെ നിന്ന് പെറുക്കി ഇടുന്നതാണ്. അപ്പോൾ ഇത്തവണ ഞാൻ വലിയൊരു കാജലാണ് എടുത്തത്. കഴിഞ്ഞ തവണ 2 കാജലും ചെറുതാണ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം തീർന്ന് അടുത്ത കാജൽ മേടിച്ചിട്ട് പിന്നെ മൂന്നാമത്തത് വലുതാണ് ഇപ്പം മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ബീഫും കരളും. അപ്പോൾ ഈ കരൾ 1/2 കിലോ ഞാൻ മേടിച്ചത് നമ്മുടെ റൂബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. റൂബിക്ക് കരൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അധികം കരൾ കൊടുക്കാൻ വളർന്നൊന്നുണ്ട്, എനിക്കൊന്നിനത് കൊളസ്ട്രോളോ അങ്ങനെ എനിക്കറിയില്ല. ഏതായാലും അവൾക്ക് ഇടയ്ക്കൊരു ചെറിയൊരു ട്രീറ്റ് എന്ന് വെച്ചാൽ അവൾക്ക് ഒരു ചേഞ്ച് അതിന് വേണ്ടിയിട്ട് മേടിച്ചാണ്. അപ്പോൾ ആ കരൾ അങ്ങനെ പീസസ് ആക്കിയിട്ട് അത് അവൾക്ക് വെറുതെ വേവിച്ച് ഉപ്പൊന്നും ഇടാതെ വേവിച്ചിട്ട് കൊടുക്കാനായിട്ട് അത് കുക്കറിൽ ഞാൻ വെച്ച് അതിനുശേഷം ബീഫ് കട്ട് ചെയ്തെടുത്ത് പിന്നെ അതിന് വേണ്ടി മസാലകളെടുത്ത് ബിരിയാണി മസാലയും മീറ്റ് മസാലയും മല്ലിപ്പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല. അപ്പോൾ കുരുമുളക് പൊടി നോക്കിയപ്പോഴത്തേക്ക് ഒട്ടും തന്നെ ഇല്ല. അങ്ങനെ പിന്നെ വേഗം പാക്കറ്റ് കുരുമുളക് ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ട് പൊടിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടാണ്. നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇങ്ങനെ വെക്കണത്. നല്ല ആ ബിരിയാണി മസാലയും മീറ്റ് മസാലയും കൂടി ചേരുമ്പില്ലേ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഇതിനകത്തിടുന്ന കഷ്ണങ്ങളും ഒക്കെ കട്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നത് എടുത്ത്, ഉരുളക്കിഴങ്ങ് വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പച്ചക്കായ ഇട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് ഞാൻ, പക്ഷെ പച്ചക്കായ കിട്ടിയില്ല അവിടെ. മറ്റേ ബജിക്കായ ഉണ്ടായിരുന്നത്, അവിടെ ഞാൻ മേടിച്ചില്ല. അപ്പോൾ ഇവിടെ സാമ്പാറിൻ്റെ പീസ് മേടിച്ച കൂട്ടത്തിൽ ആ ബജിക്കായ അതിനകത്ത് നിന്ന് എടുത്തിട്ട് അതുകൂടി കട്ട് ചെയ്തിട്ട്, കാരണം ഞാൻ നോക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വിചാരിച്ച അത്രയും ഇവിടെ ഉണ്ടായിരുന്നില്ല.
ഉണ്ടെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ അധികം ഉണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ ഏതായാലും സാമ്പാർ കഷ്ണത്തിൽ നിന്ന് ആ ബജിക്കായ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ആദ്യം അത് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ച്, അതിന് ഉരുളക്കിഴങ്ങിനേലും കൂടുതൽ വേവുണ്ട്. പക്ഷേ ആ ബജിക്കായ ഇതിന് കൊള്ളൂല, നമ്മുടെ ഏത്തക്കായയുടെ പച്ചയിരിക്കണം. അത് വേവിക്കാനായിട്ട് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞത് ഒരു പാതി വേവായതിന് ശേഷമാണ് പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ടത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ ഇന്ന് ബീഫ് മേടിച്ചത് തന്നെ പപ്പയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പപ്പക്ക് ബീഫ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ബീഫ് മേടിച്ചത്. അപ്പോൾ ഇതാണ് റൂബിക്ക് വേവിച്ച് വെച്ചേക്കുന്ന കരൾ. മറ്റേത് ഫ്രിഡ്ജിലേക്ക് മാറ്റാനുള്ള 3 ദിവസത്തേക്ക് ഉണ്ട്. 1/2 കിലോ കരൾ 3 ദിവസം കഴിക്കാം റൂബിക്ക്. അപ്പോൾ ഇത്രയാണ് ഇപ്പം കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിന് എന്താണിത്? കൊച്ചിന് കരൾ പാപ്പം. കൊച്ചിന് എന്ത് പാപ്പമാണിത്? കരൾ പാപ്പം. കൊച്ചിന് ഇഷ്ടമല്ലേ? വെറൈറ്റി. ഇന്ന് കൊച്ചിന് വെറൈറ്റി കണ്ട ഭയങ്കര ഇഷ്ടമുള്ള സാധനം. കൊടുത്തപ്പോൾ തന്നെ കഴിച്ചില്ലേ, അത്ര ഇഷ്ടം. അപ്പോൾ റൂബി അതൊക്കെ വേഗം കഴിച്ച് ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ഫുഡ് എടുത്തപ്പോൾ ഈ കറി നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ റിച്ചാർഡ് അതൊന്നും കഴിക്കൂലല്ലോ, അതുകൊണ്ട് അവൻ പറഞ്ഞ് എനിക്ക് ഫ്രിഡ്ജിൽ നിന്നുള്ള സാമ്പാറും മതി, പപ്പടം അത് രണ്ടും മതി എന്ന് പറഞ്ഞു. ചട കളി കഴിഞ്ഞില്ലേ? വാടാ. എന്താണ്? ചോറിന് അങ്ങനെ ഞങ്ങൾ 3 ആളും ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞിട്ട് റിച്ചാർഡ് പോയിട്ട് കുളിച്ചിട്ട് വന്നിരിക്കണേ. അപ്പോൾ റിച്ചാർഡിൻ്റെ മുടി താടി ഇതെല്ലാം ഷിപ്പിൽ കയറിയ ശേഷം ക്ലീൻ ഷേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വളർന്ന് വന്നിട്ട് ഷേപ്പൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരുപാട് മുടി കൊഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഷേപ്പൊക്കെ ചെയ്തെടുത്ത് വേണം റിച്ചാർഡിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് വെയിറ്റും പോയിട്ടുണ്ട്, 11 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ ഇട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് വൈകുന്നേരമായിട്ട് ആരും കഴിച്ചിട്ടുണ്ടാകുന്നില്ല. പിന്നെ ഞാനിത് ചെറിയൊരു പാത്രം എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്